ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് അടുത്ത സെക്ഷനാണ്. തിയറം 5.21. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി, ദെൻ ഫോർ ആൽഫ ബിലോങ്സ് ടു എഫ് ആൻഡ് ജെ ബിലോങ്സ് ടു എൻ, ആർ ഓഫ് ടി മൈനസ് ആൽഫ ഇത് ഹോൾ ടു ജെ, സൂപ്പർ സെറ്റ് ഓഫ് ആർ ഓഫ് ടി മൈനസ് ആൽഫ ഇത് ഹോൾ ടു ജെ പ്ലസ് 1 ആൻഡ് ആർ ഓഫ് ടി മൈനസ് ആൽഫ ഇത് ഹോൾ ടു ജെ ഈസ് ടി ഇൻവേരിയൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഈ ആർ ഓഫ് ടി മൈനസ് ആൽഫ ഇത് ഹോൾ ടു ജെ എന്ന് പറഞ്ഞാൽ എന്താ? ടി ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്, ടി മൈനസ് ആൽഫ ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്, അതിൻ്റെ ഏതൊരു പവറും ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെയിനെ നിങ്ങളൊരു ലീനിയർ ഓപ്പറേറ്ററായിട്ട് കണ്ടാൽ മതി. അതിൻ്റെ റേഞ്ചാണ് ആർ ഓ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടി ബി ലീനിയർ ഓപ്പറേറ്റർ ആണ് വെക്ടർ സ്പേസ് വി, ദെൻ ഫോർ ആൽഫ ബിലോങ്സ് ടു എഫ് ആൻഡ് ജെ ബിലോങ്സ് ടു എൻ, ഇത് സൂപ്പർ സെറ്റാണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈ ബിലോങ്സ് ടു ആർ ഓ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ പ്ലസ് 1 എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ റേഞ്ചിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വെക്ടർ എക്സ് ഉണ്ട് സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ പ്ലസ് 1 എക്സ് ആകുന്ന രീതിയിൽ ഒരു എക്സ് നമുക്ക് കിട്ടുമെന്നർത്ഥം. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ ഇൻറ്റു ടി മൈനസ് ആൽഫ ഐ ഓഫ് എക്സ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ നമ്മൾ മറ്റേതിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വൈ കിട്ടി. അതിൻ്റെ അർത്ഥം വൈ ബിലോങ്സ് ടു ആർ ഓ ടി മൈനസ് ആൽഫ ഐ ഇത് ഹോൾഡേഴ്സ് ടു ജെ എന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടി? വൈ നമ്മൾ റേഞ്ച് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ പ്ലസ് 1 നിന്ന് എടുത്തപ്പോൾ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ഏതാ വലിയ സെറ്റ്? ആറോ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ, സൂപ്പർ സെറ്റ് ആറോ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ പ്ലസ് 1. ഇനി അടുത്തായിട്ട് ആറോ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ എന്ന് പറയുന്നത് ടി ഇൻവേരിയൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിൽ നീ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് അവിടെ തന്നെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ടി ഇമേജ് അവിടെ ഉണ്ടെന്ന് കാണിക്കുക. അപ്പോൾ ഈസർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ ആറോ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ എന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദെയർ എക്സസ് ഡബ്ല്യു ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ടി മൈനസ് ആൽഫ ഐ ദ ഹോൾഡേഴ്സ് ജെ ഓഫ് ഡബ്ല്യു. നൗ ടി ഇസഡ് ഈസ് ഈക്വൽ ടി നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ആ ടീനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി ബിലോങ്സ് ടു നമുക്ക് എന്താണ്? ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ ഓഫ് ഏതൊരു വെക്ടർ എടുത്താലും അത് എവിടെ വരും? ആറോ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെയിൽ വരും. അപ്പം എന്താണ് ആറോ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ എന്ന് പറയുന്നത്? നമുക്ക് ടി ഇൻവേരിയൻ്റ് ആണെന്ന് കിട്ടി. ഇനി രണ്ടാമതായിട്ട് ഉള്ള കാര്യം നോക്കാം. നൾ സ്പേസും ഇതേപോലെ തന്നെ സബ്സെറ്റാണെന്ന് കാണിക്കണേ. അത് തിരിഞ്ഞാണ് വരുന്നത്. രണ്ടിൻ്റെ ഇൻക്ലൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ പവർ സെയിം ഇതിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നൾ സ്പേസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പവർ എടുക്കും തോറും വലുതായിക്കൊണ്ടേയിരിക്കും. റേഞ്ച് പവർ എടുക്കുമ്പോൾ ചെറുതായിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എക്സ് എൻ ഓഫ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെയിന്ന് എടുക്കുന്നു. ദെൻ എന്ത് കിട്ടും? ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടുമല്ലോ. ഇനി ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ പ്ലസ് 1 എക്സിന് എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ടി മൈനസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ ഓഫ് എക്സ് എന്ന് എഴുതും. ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. കാരണം ടി മൈനസ് നൾ സ്പേസ് എക്സ് എവിടെ ഉണ്ടെന്ന് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ടു ജെ നൾ സ്പേസ് ഓഫ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെയിലുണ്ടെന്നാണല്ലോ. അപ്പോൾ എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? നൾ സ്പേസ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ പ്ലസ് 1 അതിലുണ്ടെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നൾ സ്പേസ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ സബ്സെറ്റ് നൾ സ്പേസ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് ടി ഇൻവേരിയൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ് നമ്മൾ ഏതാണ് ടി ഇൻവേരിയൻ്റ് ആണെന്ന് കാണിക്കുന്നത്? നൾ സ്പേസ് ടി മൈനസ് ലാംഡ ഇത് ഹോൾഡേഴ്സ് ജെ ആണ് ടി ഇൻവേരിയൻ്റ് ആണെന്ന് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു എക്സ് എടുത്തിട്ടുണ്ട്. ഇനി ടി എക്സ് അവിടെ ഉണ്ടാകണം, എന്നാലേ ടി ഇൻവേരിയൻ്റ് ആവും. ഇപ്പോൾ ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ ഓഫ് ടി എക്സ് ഈസ് ഈക്വൽ ടു ടി ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പം ടി ഓഫ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നൾ സ്പേസ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെയിലുള്ളതാണല്ലോ. അപ്പോൾ അതെന്ത് കിട്ടും? 0 കിട്ടും. ഇപ്പോൾ ടി എക്സ് അവിടെ ഉണ്ടെന്ന് കിട്ടി നമുക്ക്. നൾ സ്പേസ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെയിൽ. ഓക്കെ, അതുകൊണ്ട് ദെയർഫോർ നൾ സ്പേസ് ടി മൈനസ് ആൽഫ ഇത് ഹോൾഡേഴ്സ് ജെ എന്ന് പറയുന്നത് ടി ഇൻവേരിയൻ്റ് ആണെന്ന് പറയാം. ഇൻ പർട്ടിക്കുലർ eigen space of lambda is equal to null space of t minus lambda the holders j null space of t minus lambda is t invariant for an eigenvalue lambda of t e of lambda. അപ്പം ഏതൊരു ജെയ്ക്കും ഇത് ടി ഇൻവേരിയൻ്റ്. ഇൻ പർട്ടിക്കുലർ ഈ ലാംഡ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ നൾ സ്പേസ് ഓഫ് ടി മൈനസ് ലാംഡയിനെ നമ്മൾ ഈ ലാംഡ എന്ന് വിളിച്ചത്. അത് ഈസ് ടി ഇൻവേരിയൻ്റ് ആണ് ഫോർ ഇൻ ആൻ ഐഗൻ വാല്യൂ ലാംഡ എഫ് ടിക്ക്. അടുത്തായിട്ട് തിയറം 5.23. Let T be a linear operator on a vector space V and let lambda be an eigen value of T.
if there exists k belongs to n such that n of t minus lambda the whole to k is equal to n of t minus lambda the whole to k plus 1, then n of t minus lambda the whole to k is equal to n of t minus lambda the whole to k plus j for all j belongs to n. നമുക്കത് പ്രൂവ് ചെയ്യാം. സപ്പോസ് ദെയർ എക്സിസ് കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എൻ ഒ ടി മൈനസ് ലാംഡ ദ ഹോൾ ടു കെ ഈസ് ഈക്വൽ ടു എൻ ഒ ടി മൈനസ് ലാംഡ ദ ഹോൾ ടു കെ പ്ലസ് 1 എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെ ഒരു കെ ഉണ്ടെന്ന് വിചാരിക്കും. നൾ സ്പേസ് ടി മൈനസ് ലാംഡ ദ ഹോൾ ടു കെ ഈസ് ഈക്വൽ ടു നൾ സ്പേസ് ടി മൈനസ് ലാംഡ ദ ഹോൾ ടു കെ പ്ലസ് 1. ബൈ തിയറം 5.21 we know that null space of t minus lambda the whole to k plus 1 subset of null space of t minus lambda the whole to k plus 2. തിയറം 5.21 അനുസരിച്ച് നമുക്ക് നൾ സ്പേസ് ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 1 സബ്സെറ്റ് നൾ സ്പേസ് അതിങ്ങനെ പവർ എടുക്കും തോറും വലുതായി വരുമെന്ന് നമ്മൾ കണ്ടല്ലോ. ടു ഷോ ദി അതർ വേ ഇൻക്ലൂഷൻ, തിരിച്ചുള്ളത് കാണിച്ചാലേ ഇത് രണ്ടും എന്താ ഉള്ളൂ, നമുക്ക് ഈക്വൽ ആവുള്ളൂ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ സിക്കൽ എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് ജെ ഫോർ ഓൾ ജെയ്ക്ക് ട്രൂ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കെ പ്ലസ് 1 കെ പ്ലസ് 2 കൺസിഡർ ചെയ്തു, സബ്സെറ്റ് വന്നു. ഇനി തിരിച്ച് ടു ഷോ ദി അതർ വേ ഇൻക്ലൂഷൻ ലെറ്റ് എക്സ് എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 2 എന്ന് എടുത്തു. ഇനി അപ്പോൾ ഈ ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എവിടെ വരും? എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 1 വരും. അത് ഈക്വൽ ടു എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ ആണ്. അതിൻ്റെ റീസൺ എന്താ? ടി മൈനസ് ലാംഡ എക്സ് വരാനുള്ള കാരണം എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 2 ഓഫ് എക്സ് എന്താണ്? 0 ആണ്. കാരണം അത് എക്സ് അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ടി മൈനസ് ലാംഡ ഇപ്പോൾ എൻ ഒ ടി മൈനസ് ലാംഡ ഇത് കെ പ്ലസ് 2നെ സ്പ്ലിറ്റ് ചെയ്ത് കെ പ്ലസ് 1 എന്നും കൊടുത്തിട്ട് ടി മൈനസ് ലാംഡ ഐ എക്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ടി മൈനസ് ലാംഡ ഐ എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടും? എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 1 ഉണ്ടെന്ന് കിട്ടും. അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. ദസ് അപ്പം ഇത് ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെയിലുണ്ടെന്ന് നമുക്ക് കിട്ടി. ദസ് ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ ടു കെ പ്ലസ് 1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ ടു കെ ഇൻറ്റു ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ്. ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ ടു കെ പ്ലസ് 1 ഓഫ് എക്സിനെ നമ്മൾ ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ ടു കെ ഇൻറ്റു ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ബിലോങ്സ് ടു എവിടെ ഉണ്ടെന്ന് കിട്ടും? എൻ ഒ ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ ടു കെ. ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് നമുക്ക് എവിടെ ഉണ്ടെന്നാണ് കിട്ടിയത്? എൻ ടി മൈനസ് ലാംഡ ഐ ഹോൾ ടു കെ പ്ലസ് 1 അതിലുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. ഇപ്പോൾ ടി മൈനസ് ലാംഡ ഹോൾ ടു കെ പ്ലസ് 1 ഓഫ് എക്സ് ഈക്വൽ ടു അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അത് ബിലോങ്സ് ടു എൻ ഒ ടി മൈനസ് ലാംഡ ഐ ഹോൾ ടു കെ ആണെന്ന് കിട്ടി. അപ്പോൾ എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? എൻ ഒ ടി മൈനസ് ലാംഡ ഐ ഹോൾ ടു കെ പ്ലസ് 1. ദസ് ഇപ്പോൾ ടി മൈനസ് ലാംഡ ഐ ഹോൾ ടു കെ പ്ലസ് 1 ഓഫ് എക്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതുകൊണ്ടാണ് അത് എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടിയത്? ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 1 അതിലുണ്ടെന്ന് കിട്ടി. അപ്പം നമ്മളിത് എവിടെ നിന്ന് എടുത്തേ? എൻ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 2 കെ പ്ലസ് 2 പവറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത് കെ പ്ലസ് 1 നമുക്ക് കിട്ടി. ഓക്കെ, ഇത് എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ ആണ്. ഓൾറെഡി നമ്മളത് മേളിലുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, മേളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു കെയിലുണ്ടെന്ന്. അതുകൊണ്ടാണ് ടി മൈനസ് ലാംഡ ഹോൾ ടു കെ എന്ന് പറയുന്നത്. ടി മൈനസ് ലാംഡ ഐ എക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്. അപ്പം എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 2 സബ്സെറ്റ് എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 1. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് പ്രൂവ് ചെയ്തു, ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്തു, രണ്ടും ഈക്വൽ ആവുന്നു. എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 2 ഈസ് ഈക്വൽ ടു എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 1 ഈക്വൽ ടു എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ. ഇനി ബൈ ഇൻഡക്ഷൻ, ഇപ്പോൾ ഇത് നമ്മളൊരു പർട്ടിക്കുലർ കെ പ്ലസ് 1 കെ പ്ലസ് 2 പ്രൂവ് ചെയ്ത്. അപ്പോൾ ബൈ ഇൻഡക്ഷൻ നമുക്ക് ഏതൊരു ജെയ്ക്ക് ഇത് ട്രൂ ആണെന്ന് കാണിക്കാൻ സാധിക്കും. അതങ്ങനെ എഴുതിയാൽ മതി. രണ്ടാമത്തെ, ഇഫ് ഡയമെൻഷൻ ബി ഈക്വൽ ടു n then there exists k belongs to 1, etc. n such that 0 subset n o t minus lambda I subset etc. subset n o t minus lambda I the whole to k. പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് ഇവിടെ വരുന്നത്. അങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോൾ ലാസ്റ്റ് ഈക്വൽ ടു എൻ ഒ ടി മൈനസ് ലാംഡ ഒരിടത്ത് ചെല്ലുമ്പോൾ അത് ഈക്വൽ ആവും. പിന്നെ അത് സബ്സെറ്റ് പിന്നെ വരുന്നത് വി യു ആയിരിക്കും.
let capital V be of dimension n. On the contrary, assume that for each j belongs to 1 comma etc. n of t minus lambda the whole is j പ്രോപ്പർ സബ്സെറ്റ് n of t minus lambda. അപ്പം നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഈ പവർ എടുത്ത് പോകുന്ന നൾ സ്പേസിൻ്റെ അതേ സാധനം ഒരു ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടെന്നാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ ഇല്ലാതെ നമ്മൾ എടുക്കും. ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇൻക്രീസ് ചെയ്ത് പോയി വിയുടെ സബ്സെറ്റായിട്ട് മാറുക, ആ ഒരു രീതിയിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഫ്രം തിയറം 5.21 വി ഒബ്റ്റെയിൻ 0. നമ്മൾ 5.21 കിട്ടുന്നത് കൊടുക്കുക. സെറ്റ് 0 സബ്സെറ്റോ n ടി മൈനസ് ലാംഡ സബ്സെറ്റ് എക്സെട്ര സബ്സെറ്റ് n ടി മൈനസ് ലാംഡ ഹോൾ ടു n സബ്സെറ്റ് n ടി മൈനസ് ലാംഡ ഹോൾ ടു n പ്ലസ് 1 സബ്സെറ്റ് എക്സെട്ര സബ്സെറ്റ് v എന്ന് എടുക്കുക. ഓക്കെ, then writing dj is equal to dimension of n of t minus lambda I the whole raised to j. dj എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ n of t minus lambda the whole raised to j ആണ്. we see that ഇപ്പോൾ d1 എന്ന് പറഞ്ഞാൽ t minus lambda n of t minus lambda I raised to 1 അങ്ങനെ. അപ്പോൾ ഡി ജെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഡി ജെ പ്ലസ് 1 ആണ്. അതായത് നമ്മളിങ്ങനെ പ്രോപ്പർ സബ്സെറ്റ് അല്ലേ, സെറ്റ് 0 പ്രോപ്പർ സബ്സെറ്റ് എന്നെ ടീം പ്രോപ്പർ സബ്സെറ്റ് ഒന്നൊന്നിനെ ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജ് വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഒരു സബ്സ്പേസിൽ നിന്ന് ഇപ്പോൾ എന്നോ ടി മൈനസ് ലാംഡ ഐയിൽ നിന്ന് എന്നോ ടി മൈനസ് ലാംഡ ഐ സ്ക്വയറിലോട്ട് പോകുമ്പോൾ ഒരു ഡയമെൻഷൻ ഒന്നെങ്കിലും കൂടണമല്ലോ, എന്നാലേ അത് പ്രോപ്പർ സബ്സെറ്റ് ആവുള്ളൂ. സെയിം ഡയമെൻഷനും ഒന്നൊന്നിൻ്റെ സബ്സെറ്റും ആണെങ്കിൽ രണ്ടും സെയിം ആയി മാറും. അപ്പോൾ ഒന്നെങ്കിലും കൂടണം. അപ്പോൾ ഡി ജെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ഡി ജെയുടെ കൂടെ 1 കൂടുന്നതാണ് മിനിമമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അങ്ങേയറ്റത്തുള്ള വിയുടെ ഡയമെൻഷൻ n ആണ്. n ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ വി ഗ്രേറ്റർ ദാൻ തൊട്ട് പുറകെ വരുന്ന ആൾ നിൽക്കുന്നത് ഡി എൻ പ്ലസ് 1 ആണല്ലോ. തൊട്ട് പുറയിലായാലും എങ്ങനെയായാലും അത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഡി എൻ പ്ലസ് 1 എന്ന് വരും. ഇനി അത് ഗ്രേറ്റർ ദാൻ അതിൻ്റെ തൊട്ടുമുമ്പ് ഡി എൻ പ്ലസ് 1ൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ആൾ ഡി എൻ ആണ്. ഡി എൻ പ്ലസ് 1 എന്നാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും സെറ്റ് 0യുടെ ഡയമെൻഷൻ 0 ആണ്. നമ്മൾ എന്നോ ടി മൈനസ് ലാംഡയുടെ ഡയമെൻഷൻ 1 ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യും. ഏറ്റവും മിനിമം കൊടുക്കാവുന്ന വാല്യൂ ഞാൻ കൊടുക്കുന്നത് 1. അപ്പോൾ എന്നോ ടി മൈനസ് ലാംഡ സ്ക്വയറിൻ്റെ 2 അങ്ങനെ വരുമ്പോൾ എന്നോ ടി മൈനസ് ലാംഡ ഹോളസ് എന്നിൻ്റെ n ആവും. അപ്പോൾ ആ n ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മിനിമം വെച്ച് നോക്കുമ്പോൾ പോലും n കിട്ടുന്നുണ്ട്. അപ്പോൾ n പ്ലസ് 1 ഇപ്പോൾ ഇങ്ങേറ്റത്ത് n ഇങ്ങേറ്റത്ത് ഗ്രേറ്റർ ദാൻ n പ്ലസ് 1 അതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത് ഈക്വൽ ആവണം എന്നാണ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് ഡെഫിനിഷൻ 5.24. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n. ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഓൺ ബി ആണ്. ലാംഡ അതിൻ്റെ ഐഗൻ വാല്യൂ ആണ്. ദ ലീസ്റ്റ് കെ സച്ച് ദാറ്റ് n ടി മൈനസ് ലാംഡ ദ ഹോൾ ടു കെ സിക്കൽ n ടി മൈനസ് ലാംഡ ദ ഹോൾ ടു കെ പ്ലസ് 1 ഈസ് കോൾഡ് ദി അസെൻറ്റ് ഓഫ് ലാംഡ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇത് ഒരിടത്ത് വരുമ്പോൾ ഈക്വൽ ആവുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ പവർ എടുത്ത് വരുമ്പോൾ ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണോ അത് ഈക്വലായി മാറുന്നത് ആ ഒരു ഇതിനെ നമ്മൾ അതിനെ അസെൻറ്റ് ഓഫ് ലാംഡ എന്ന് വിളിക്കുന്നത്. എന്നോ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ സിക്കൽ എന്നോ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു കെ പ്ലസ് 1 ആകുന്ന ആ ഒരു കെയിനെ ലീസ്റ്റ് കെയിനെ നമ്മൾ അസെൻറ്റ് ഓഫ് ലാംഡ എന്നാണ് വിളിക്കുന്നത്. അതിനെ നമ്മൾ എൽ ഓഫ് ലാംഡ ഡിനോട്ട് ചെയ്യും. ദ സബ് സ്പേസ് എന്നോ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ടു എൽ ഓഫ് ലാംഡ ഓഫ് വി ഈസ് കോൾഡ് generalized eigenspace of t corresponding to the eigenvalue lambda and is denoted by g of lambda. The n of t minus lambda ഇത് ഹോൾ ടു എൽ ഓഫ് ലാംഡ നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. എൽ ഓഫ് ലാംഡ എന്താണ്? ഇത് ഈക്വൽ ആവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണല്ലോ. അപ്പോൾ n of t minus lambda ഇത് ഹോൾ ടു എൽ ഓഫ് ലാംഡ ആ ഈക്വൽ ആവുന്ന ആ ഒരു സംഭവം. അതിന് ശേഷം വരുന്ന എല്ലാം ഇതിനോട് ഈക്വലാണ്. പിന്നെ അങ്ങനെ വരുന്ന ആ ഒരു ജനറലൈസ്ഡ് ഐഗൻ സ്പേസിനെയാണ് ആ ഒരു സ്പേസിനെ നമ്മൾ ജനറലൈസ്ഡ് ഐഗൻ സ്പേസ് കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ ലാംഡ എന്ന് പറയും. ഡിനോട്ട് ചെയ്യുന്നത് ജി ഓഫ് ലാംഡ ആയിട്ടാണ്. എനി നോൺ സീറോ വെക്ടർ ഇൻ ജി ഓഫ് ലാംഡ ഈസ് കോൾഡ് ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ഓഫ് ടി കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ ലാംഡ. ഈ ജി ഓഫ് ലാംഡയിലുള്ള ഏതൊരു നോൺ സീറോ വെക്ടറിനെ നമ്മൾ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ എന്നാണ് വിളിക്കുന്നത്, കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വാല്യൂ ലാംഡ. ഓക്കെ, അപ്പോൾ ജി ഓഫ് ലാംഡയിൽ വരുന്നവരുടെ പ്രത്യേകത എന്താണ്? അവർ ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ റേസ് ടു എൽ ഓഫ് ലാംഡ ഐ ഓഫ് വി ഈസ് ഈക്വൽ ടു 0 ആവുന്നവരാണ്. ജനറലൈസ്ഡ് ഐഗൻ സ്പേസ് ജി ഓഫ് ലാംഡ അതിൽ വരുന്ന വെക്ടേഴ്സ് ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സാണ്. ബൈ തിയറം 5.21 അനുസരിച്ച് നൾ സ്പേസ് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും നൾ സ്പേസ് ടി ഇൻവേരിയൻ്റ്. അപ്പോൾ ജനറലൈസ്ഡ് ഐഗൻ വെക്ടറും ജനറലൈസ്ഡ് ഐഗൻ സ്പേസും n ടി മൈനസ് ലാംഡ ഐ റേസ് ടു ഒരു പവർ ആണല്ലോ. അതുകൊണ്ട് എന്താണ് ടി ഇൻവേരിയൻ്റ് ആണ്.
V be any vector space T linear operator on V and lambda any eigenvalue, then the ascent lm lambda and the generated eigenspace corresponding to the eigenvalue lambda are defined as follows. L of lambda is equal to infimum k belongs to n t minus lambda the whole to k is equal to n t minus lambda the whole to k plus 1. അതാണ് എൽ ഓഫ് ലാംഡ. ജി ഓഫ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനെ ഇൻഫീമമായിട്ട് ഡിഫൈൻ ചെയ്യാം നമുക്ക്. കാരണം ഇങ്ങനെ ഈക്വൽ ആവുന്ന ഏറ്റവും ചെറിയ കെയുടെ വാല്യൂ ആണ് എൽ ഓഫ് ലാംഡ. ജനറൽ ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എൻ ഒ ടി മൈനസ് ലാംഡ ഇത് ഹോൾഡേഴ്സ് ജെയുടെ യൂണിയനാണ്. കാരണം അതിനകത്തിലെല്ലാം വരുന്നുണ്ട് മാക്സിമം. അതായത് കണ്ടെയ്ൻ ചെയ്ത് എൻ ഒ ടി മൈനസ് ലാംഡ ആയി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൻ ഒ ടി മൈനസ് ലാംഡയുടെ സ്ക്വയർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ക്യൂബ്. അങ്ങനെ പോയി ഓരോ സ്റ്റേജിലെത്തുമ്പോൾ ഇത് ഈക്വലായി മാറും. അപ്പോൾ അതിന് മുമ്പുള്ള അത്രയും എണ്ണവും ഈ പറഞ്ഞ ഈക്വൽ ആവുന്ന സ്റ്റേജ് വരെ ഉള്ളതിനകത്ത് കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും സെയിം തന്നെയാണ്. ഇതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലുതിനകത്ത് എത്രയും വെക്ടേഴ്സ് ഉണ്ടോ അത്രയും തന്നെ ആയിരിക്കും.